ചേച്ചിയെ കാണുന്നില്ല അമ്മേ, ആരെയും കാണുന്നില്ല. മാളൂട്ടിക്ക് ഇപ്പൊ ആരും ഇല്ല. അമ്മ എന്തിനാ മാളൂട്ടി വിട്ടിട്ട് പോയത്? എങ്ങോട്ട് പോയത്? മുത്തശ്ശി എന്നെ ഒറ്റയ്ക്കാക്കി ഇവിടെ കുറെ ജോലിയൊക്കെ എടുപ്പിച്ചു. അമ്മേ, അമ്മ എവിടെയാ? അമ്മേ, അമ്മയുടെ മോളെ എന്തിനാ അമ്മ വന്നില്ലേ? അമ്മ എവിടെയായിരുന്നു? മാളൂട്ടി എത്ര നേരം ഒറ്റയ്ക്കായിരുന്നു. മുത്തശ്ശി മാളൂട്ടിയോട് പറഞ്ഞ് അമ്മേനെ ഒരിക്കലും വേയില്ലാന്ന്. അമ്മ എവിടെയായിരുന്നു? അമ്മയ്ക്ക് മാളൂട്ടി ഇഷ്ടമില്ലാത്തവരാണ് മാളൂട്ടിയോട് ഒറ്റയ്ക്കാക്കി അമ്മ പോയത്. അറിയില്ല മോളെ, അമ്മയ്ക്ക് ഇങ്ങനെ പോവേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കും മോളെ. ഒരിക്കലും ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ എന്റെ മോളെയോ എന്നെയോ അവരില്ലാതാക്കും. അതൊന്നും മോളിപ്പോ അറിയണ്ട. അമ്മയോട് മോള് ക്ഷമിക്ക്. ഒരിക്കലും മോളെ ഒറ്റയ്ക്കാക്കി പോണെന്ന് അമ്മ വിചാരിച്ചിട്ടില്ല മോളെ. ഈ അമ്മ എത്ര വട്ടം വേണമെങ്കിലും മോളോട് മാപ്പ് ചോദിക്കാം. ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. മുത്തശ്ശി എന്നെ കൊണ്ട് ഇവിടെ ഫുൾ അടിച്ചു വാരിപ്പിച്ചു. അമ്മ എനിക്ക് ചൂട് പൊങ്ങാത്ത പോലുമില്ല. എന്നിട്ട് മുത്തശ്ശി എന്നെ ഇവിടെ ഫുൾ അടിച്ചു വാരിപ്പിച്ചു. അമ്മ അപ്പോഴൊന്നും എന്നെ വരാഞ്ഞേ. മോളെ കരയല്ലേ? അമ്മ വന്നില്ലേ? ഇനി എന്തിനാ മോള് കരയുന്നേ? എന്റെ മോക്ക് വേണ്ടില്ലേ അമ്മ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മയോട് മോള് പൊറുക്ക്. അമ്മക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മോളെ. അമ്മ ഇവിടുന്ന് പോവാ. അമ്മയെ കണ്ട കാര്യം മോൾ ആരോട് പറയരുത്. എനിക്ക് പോയേ പറ്റൂ മോളെ. അമ്മയോട് മോളെ ക്ഷമിക്ക് മോളെ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്നാലും ഞങ്ങളുടെ പ്ലാനൊക്കെ നടക്കൂ. അമ്മ നാളെ മോളെ കാണാൻ വരട്ടോ. ഇന്ന് അമ്മ പോവാ. അമ്മയോട് മോളെ ക്ഷമിക്ക്. ഇന്നൊരു ദിവസം കൂടി അല്ലടാ. ഇവള് ചത്തിട്ടും എന്നെ വെറുതെ വിടുന്നല്ലോ. ഇവക്ക് എന്നെ എങ്ങനെ വെറുതെ വിട്ടൂടെ? ഞാൻ എന്താ ഇവളെ ചെയ്തേ? മുത്തശ്ശി ഒന്നും ചെയ്തിട്ടില്ലേ? മുത്തശ്ശി ആന്റി എത്ര പോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആന്റി ഇപ്പൊ നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നേക്കുന്നേ. ഓ അതൊക്കെ ശരിയാ. ഇതിനെന്താ പരിഹാരം അറിയോ? ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്നോട് പരിഹാരം ചോദിക്കുന്ന മുത്തശ്ശി. ആരാ പറഞ്ഞേ ആന്റി കഷ്ടപ്പെടുത്താൻ? അല്ല, ആന്റി എങ്ങനെ മരിച്ചേ? എനിക്കത് മനസ്സിലാവില്ല. അതൊക്കെ ആർക്കറിയാം? അവളെ എങ്ങനെയും മരിച്ചാണോ? അത് എന്റെ കുറ്റവാ. അതല്ല, ഇതിനെന്ത് പരിഹാരം? ഇന്നലെ പേടിച്ചിട്ട് ഒരു പോള മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. കിളിമാനായല്ലോ. അവൾ എന്നെ കൊല്ലുവോ? എനിക്കറിയില്ല മുത്തശ്ശി. ആന്റിക്ക് എന്നോടൊരു ദേഷ്യമില്ലാന്ന് തോന്നുന്നു. എന്നെ ഒന്നും ചെയ്തില്ല. അവൾ എന്റെ പിന്നാലെ കുറെ ഓടിയടി. പിന്നെ അവൾ അപ്പൊ തന്നെ പോയി. അതെന്തേന്നാവോ? മുത്തശ്ശി, ഈ പ്രേതങ്ങൾക്ക് രാവിലെ വരാൻ പറ്റുമോ? അവളെ പണ്ടുള്ളവര് പറഞ്ഞു കേൾക്കാം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പ്രേതങ്ങളൊക്കെ വീട്ടിനകത്ത് കയറുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അവളെ കുറിച്ച് എന്തും പറയാം. അവൾ അറിയത്തില്ല. അതെന്താ അവർക്ക് കേൾക്കത്തില്ലേ? അവർക്ക് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലേ ചെവി കേൾക്കത്തുള്ളൂ. പൊട്ടത്തി, അവർക്ക് അത് കഴിഞ്ഞാലേ ഭൂമിക്ക് ഇറങ്ങാൻ പറ്റൂന്ന്. അല്ല മുത്തശ്ശി, എന്റെ അമ്മയും കുഞ്ഞൂസും ഒക്കെ ഇവിടെ. ആർക്കറിയാം? അവർക്കൊന്നും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. മുത്തശ്ശി, അവർക്ക് നമ്മൾ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ട് പോയി? അവർക്ക് മനസ്സിലായോ പ്രേതം വന്നത്? എന്റെ കൊച്ചെ, എനിക്കറിയില്ല. എന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ഒന്നും എന്നെ അറിയിക്കത്തില്ല. എന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? ഒന്നും എന്നെ അറിയിക്കത്തില്ല. ഇല്ല മുത്തശ്ശി, ഈ സിനിമയിലൊക്കെ കാണാലോ, ഈ പ്രേതങ്ങൾ വന്ന സ്വാമിമാരെ വിളിക്കുന്നേ. മുത്തശ്ശി സ്വാമിനെ വിളിച്ചു നോക്ക്. മുത്തശ്ശിക്ക് അറിവുള്ള. എന്റെ കൊച്ചെ, ഞാനിതുവരെ പ്രേതത്തിനെ ഒളിപ്പിക്കുന്ന സ്വാമിമാരൊന്നും കണ്ടിട്ടില്ല. അവരുടെയൊക്കെ നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് വേണം ഇനി. അതിന് നമ്പറാണോ വേണ്ടത്? എന്റെ കയ്യിലുണ്ട് മുത്തശ്ശി. അതൊക്കെ ഗൂഗിളിൽ നോക്കി കിട്ടത്തില്ലേ? ഗൂഗിളിൽ അടിച്ചാൽ കിട്ടാത്ത എന്തായിട്ടാ ഉള്ളത് മുത്തശ്ശി? അങ്ങനെയുണ്ടോ? അതെന്താ ഗുളുഗുൾ? മുത്തശ്ശി, ഗുളുകളല്ല, ഗൂഗിൾ. ആ എന്തായാലും അതെന്താ സാധനം? തൽക്കാലം ഇപ്പൊ മുത്തശ്ശിക്ക് നമ്പർ കിട്ടിയാ പോരെ? അത് മതി. ഏതെങ്കിലും സ്വാമി എങ്കിലും നമ്പർ താ, ഞാൻ വിളിച്ചു നോക്കട്ടെ. അല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല. നമ്പർ തന്നേ. ചേച്ചിയോ? എന്താ പറ്റി? പറ. ഒന്നുമില്ല ചേച്ചി. എന്താ? എനിക്ക് മനസ്സിലായി. മാളൂട്ടി ആലോചിച്ചിട്ടില്ലേ? അത് പിന്നെ ചേച്ചി. എനിക്കറിയാം. ഞാനിന്നലെ മാളൂട്ടി കാണാൻ പോയപ്പോ അവൾ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. ഒരമ്മയും ഒരു മക്കളെ ഇങ്ങനെ ഇട്ടിട്ട് പോവില്ല അല്ലേ ചേച്ചി? ഒരമ്മയ്ക്ക് എന്റെ പോലത്തെ വിധി ഉണ്ടാവില്ല.
എന്റെ കുട്ടി ഞാൻ മരിച്ചെന്ന് വരെ വിചാരിച്ചില്ലേ? അവൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ എന്തൊരു ക്രൂരയാ അല്ലേ ചേച്ചി? ഇതൊക്കെ നമ്മള് അമ്മ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അമ്മ തന്നെയാ നിന്നെ ആ കടലിലേക്ക് എറിഞ്ഞത്. ആ അമ്മ അനുഭവിച്ചേ തീരൂ. നിന്നെ കൊല്ലാൻ ശ്രമിച്ച അമ്മയെ നമ്മളൊരു പാഠം പഠിപ്പിക്കണം. അല്ലെങ്കിൽ നാളെ നിന്റെ മോളെയും നീ എന്റെ അമ്മ കൊല്ലും. എന്തായാലും എന്റെ അമ്മയ്ക്ക് ബോധം വരാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ബോധം വരുമോ നമുക്ക് നോക്കാം. നാളെ നിന്റെ അവസ്ഥ മാളൂട്ടിക്ക് വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല ചേച്ചി, ഇത് ഏതുവരെ കൊണ്ടുപോകാനാ? എത്ര നാൾ നമുക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റും? അമ്മ ഇതൊക്കെ കണ്ടുപിടിക്കില്ലേ? ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവിക്കും. നീ ഒരു പേടിയും പേടിക്കണ്ട. അതല്ല ചേച്ചി, എത്ര നാളെ നിന്റെ മോളെ ഞാൻ പിരിഞ്ഞിരിക്കണം? നിനക്ക് എന്നും പോയി കാണാലോ. അമ്മയുടെ കണ്ണില് നീ ഇപ്പൊ ആത്മാവ് മാത്രമാ. സാധാരണ താമരയെ അമ്മയ്ക്ക് പേടിയുണ്ടാകില്ല, പക്ഷേ ഈ ആത്മാവിനെ അമ്മയ്ക്ക് പേടിയുണ്ട്. മനസ്സിലായോ? എനിക്ക് ധൈര്യമായി നിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് വരാം. ഒപ്പം നമ്മുടെ അമ്മയെ പാഠവും പഠിപ്പിക്കാം. ഇനി ഇന്ന് എന്താ ഉണ്ടാവും പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ന് എന്താ ഉണ്ടാവും പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.